നമ്മളിപ്പോ ഇന്നൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണല്ലോ. തെരഞ്ഞെടുപ്പിന്റെ വലിയ തോതിലുള്ള കോലാഹലങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. വളരെ സജീവമാണ് തെരഞ്ഞെടുപ്പ് രംഗം. പക്ഷെ അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്, അതിനെക്കുറിച്ച് നമുക്ക് ഇന്നൊന്ന് ചർച്ച ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഇടപെടൽ മറ്റൊന്നുമല്ല, നമ്മൾ വോട്ട് ചെയ്യുന്നത് EVM-ലാണല്ലോ. ആ EVM-നെ സംബന്ധിച്ച് പല ഭാഗത്തു നിന്ന് സംശയങ്ങൾ ഉണർന്നതിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഹർജി കോടതിയിലേക്ക് വരികയും അതിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആ കേസ് പരിഗണിക്കുന്നതിലേക്ക് ഒരു നോട്ടീസ് അയക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പ്രധാനമായിട്ടും VVPAT സ്ലിപ്പുകൾ എണ്ണുന്നതിനെ കുറിച്ചുള്ള ഒരു ഹർജിയാണ്. അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ, കാരണം നമുക്ക് അധികം വൈകാതെ April 19 ഫസ്റ്റ് ഫേസ് നടക്കുകയാണ്, ആദ്യത്തെ ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയയെ തന്നെ എന്താ പറയാ, ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന തരത്തിലുള്ള ഒരു ഇടപെടലിലേക്ക് സുപ്രീം കോടതിയെ നയിച്ച കാരണം എന്താവും? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറയാനുണ്ട്. നമ്മൾ EVM എന്ന് പറയുമ്പോൾ സത്യത്തിൽ EVM എന്ന് പറഞ്ഞാൽ ഒന്നല്ല. EVM എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ അല്ല. EVM-ൽ 3 യൂണിറ്റ് ഉണ്ട്. അതെ. ഒന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്ന EVM, 2 വോട്ടർ വാരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്ന് പറയുന്ന VVPAT, 3ാമത് ഒരു കൺട്രോൾ യൂണിറ്റ്. ഈ 3ഉം ചേർന്നതാണ് സത്യത്തിൽ EVM എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ പ്രോസസ്സ് മുഴുവനും നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇപ്പം ഏറ്റവും ആദ്യം EVM ഒരു ഇൻഡിപെൻഡന്റ് മെഷീൻ ആയിരുന്നു. അപ്പോൾ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള മെഷീനെ ഒരു തരത്തിലും സ്വാധീനിക്കാൻ കഴിയില്ല എന്ന ഒരു പശ്ചാത്തലമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതെ. പിന്നീട് VVPAT-ഉം കൂടി അതുമായിട്ട് കണക്റ്റഡ് ആയി വരുമ്പോൾ ഒരു ഉപകരണത്തെ മറ്റൊരു ഉപകരണവുമായി ബന്ധം ഉണ്ടാകുന്ന സമയത്ത് രണ്ടാൾക്കാർ തമ്മിൽ ബന്ധിക്കാമെങ്കിൽ ഇതൊന്നും അറിയാത്ത 3ാമതൊരാൾ വഴി ബന്ധപ്പെട്ടൂടെ എന്നുള്ള സംശയമാണ് അവിടെ നിലനിൽക്കുന്നത്. അതുകൂടാതെ അതിനു മുമ്പ് തന്നെ ഇപ്പൊ നമ്മൾ ഈ പേപ്പർ ബാലറ്റിൽ സീല് കുത്തി മടക്കി പെട്ടിയിൽ നിക്ഷേപിച്ചിരുന്ന വോട്ടെടുപ്പ് പ്രക്രിയയിലൂടെയാണല്ലോ ഇന്ത്യ കടന്നുപോയത്. അപ്പൊ ആ ഘട്ടത്തിലാണ് EVM എന്ന് പറയുന്ന സംവിധാനം പുതിയതായിട്ട് ആവിഷ്കരിച്ചത്. അപ്പൊ ഒരു യന്ത്രം പുതിയതായിട്ട് വരുന്ന സമയത്ത് അതിനെ സംബന്ധിച്ച് സംശയങ്ങൾ ധാരാളം ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ സംശയം ഉന്നയിച്ചത് അന്നത്തെ BJP തന്നെയാണ്. ഇപ്പോൾ BJP-യുടെ MP കൂടിയായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമിയാണ് കേസ് കൊടുക്കുന്നത്. ഇതിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം അന്ന് EVM ഇവിടെ നടപ്പാക്കുന്ന സമയത്ത് രാജ്യത്ത് കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു. 2013 കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സുബ്രഹ്മണ്യ സ്വാമി അതിൽ കേസ് കൊടുക്കുന്നു. ഇത് കൂടാതെ അതിൽ പ്രധാനമായിട്ടുള്ള വിഷയം എന്താന്ന് വെച്ചാൽ, ഇത് സംശയാതീതമാണ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ അത് അങ്ങനെയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് ഇലക്ഷൻ കമ്മീഷന് പോകാൻ കഴിഞ്ഞില്ല. ഇതേ ഘട്ടത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു BJP-യുടെ വക്താവായിരുന്ന GVL നരസിംഹറാവു. അദ്ദേഹം ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട്, അദ്ദേഹം ഒരു ടെക്കി കൂടിയാണ്, ഇതിനെക്കുറിച്ച് പഠിച്ചയാളാണ്. അദ്ദേഹം ഒരു പുസ്തകം തന്നെ എഴുതി, ഡെമോക്രസി അറ്റ് റിസ്ക് എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ എഴുതി. GVL നരസിംഹറാവു അതിശക്തമായിട്ടൊരു ക്യാമ്പയിനുമായിട്ട് രംഗത്ത് വന്നു. അപ്പൊ സ്വാഭാവികമായും ഒരു യന്ത്രം സ്ഥാപിക്കുകയും വലിയ പണം ചെലവഴിച്ചിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ആവിഷ്കരിക്കുന്നത്. കോടി രൂപയുണ്ട്. അപ്പൊ അങ്ങനെ അത് നടപ്പാക്കുകയും അത് സംശയത്തിന്റെ നിഴലിലേക്ക് പോവുകയും ചെയ്ത വേളയിലാണ് അതിനെ കുറെ കൂടി ജനങ്ങൾക്ക് വോട്ടർക്ക് വിശ്വാസയോഗ്യമാക്കുന്നതിന് വേണ്ടി ഒരു അഡീഷണൽ ഒരു യന്ത്രം എന്നുള്ള നിലയിൽ VVPAT അതോടൊപ്പം അനുബന്ധമായി ചേർക്കുന്നത്. പക്ഷേ VVPAT-നെ സംബന്ധിച്ച് നമുക്കറിയാം, 7 സെക്കൻഡ് നേരം നമ്മൾ ആർക്കാണോ വോട്ട് ചെയ്തത് ആ സ്ഥാനാർത്ഥിക്ക് നേരെ തന്നെയാണ് വോട്ട് പതിഞ്ഞത് എന്ന് നമ്മളെ 7 സെക്കൻഡ് കാണിച്ചു തരികയും അത് ആ മെഷീനിൽ അടർന്നു വീഴുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിലൂടെയാണ് പോയത്. പക്ഷെ അതിലും സംശയം അവശേഷിക്കുകയാണ്. ഇപ്പൊ നേരത്തെ അംശു പറഞ്ഞതുപോലെ ഇതൊരു ചിപ്പ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രമായതുകൊണ്ട് തന്നെ അതിനെ പുറത്തുനിന്ന് ബാഹ്യ തലത്തിൽ അതിനെ ടാമ്പർ ചെയ്യാൻ പറ്റും, അതിന്റെ ഡാറ്റയെ കൃത്രിമം വരുത്താൻ പറ്റും എന്നൊക്കെ തരത്തിലുള്ള സാങ്കേതികമായ അറിവുള്ളവർ, ഇപ്പൊ നമ്മളെപ്പോലെ ഉള്ള ആളുകളല്ല, സാങ്കേതികമായി ഇതിനെ സംബന്ധിച്ച് അറിവുള്ളവർ തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി. അതാണ് കുറെ കാലമായി നമുക്ക് ഇതിനോടുള്ള സംശയം ഇപ്പോഴും തീരുന്നില്ല എന്ന ഒന്ന് ഇപ്പൊ ബാലറ്റ് പേപ്പർ കുറ്റമറ്റ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആയിരുന്നെങ്കിൽ ഒരു മാറ്റത്തെ കുറിച്ച് ആലോചിക്കില്ലായിരുന്നു. അപ്പൊ അതിന് അതിൻ്റെതായ ചില മോശങ്ങളുണ്ട്.
ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ബാലറ്റ് പേപ്പറിന്റെ മോശം പ്രധാനമായിട്ടും അത് ബൂത്ത് പിടിച്ചെടുക്കുക, കള്ളവോട്ട്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അതിനെ എതിർക്കേണ്ട കാര്യം. കാരണം എന്താ വെച്ചാൽ ഒരു സിസ്റ്റത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും സാങ്കേതിക വിദ്യ വളരുന്നതിനനുസരിച്ച്. പക്ഷെ അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സാങ്കേതികമായി വികസിത രാജ്യങ്ങളും വോട്ടിംഗ് മെഷീനിൽ നിന്ന് വീണ്ടും തിരിച്ച് ബാലറ്റിലേക്ക് വന്ന ചരിത്രങ്ങളുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 അഡീഷണൽ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ച് ഇപ്പോഴും സുപ്രീം കോടതിയിൽ നിൽക്കുന്നത് ഒരു ഓപ്പൺ കേസാണ്. ആർക്കും പരാതിയുമായി മുന്നോട്ട് പോവാം. അയാൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ അത് കോടതി സ്വാഗതം ചെയ്യുന്നുണ്ട്. അപ്പോൾ പലരും സമീപിച്ചിട്ടുണ്ട്, പക്ഷെ കോടതി അതിൽ തൃപ്തരല്ല. പിന്നെ പലപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അത്ര ഗുഡല്ല. അപ്പൊ ഇതിൽ ഞാൻ നോക്കിക്കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനെ കുറിച്ചാണ് ഇപ്പൊ സംശയമുള്ളത്? ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ അവകാശത്തെ കുറിച്ചാണ് സംശയം. അപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം എന്താണ്? ആ സംശയത്തെ നീക്കുക എന്നതാണ്. അപ്പൊ അതിന് നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നുകിൽ ഒരു കോൺടാക്ട് ക്ലാസുകൾ, അല്ലെങ്കിൽ ജനങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇതാണ് ഇതിലെ പ്രവർത്തനം എന്നൊക്കെ കൃത്യമായി വിവരിച്ചു കൊടുക്കുന്ന ഒരു രീതിയാകാം. അതല്ലെങ്കിൽ കൂടുതൽ വിശ്വാസ്യത ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നാകാം. ഉദാഹരണത്തിന് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ VVPAT വന്നു എന്ന് പറഞ്ഞില്ലേ? ആ VVPAT വന്നപ്പോ ആദ്യം ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു ബൂത്ത് എണ്ണാമെന്നുള്ളതായിരുന്നു തീരുമാനിച്ചത്. അത് പോരാ, 50 ബൂത്തെങ്കിലും ചുരുങ്ങിയത് എണ്ണണം എന്നുള്ള ആവശ്യവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോയപ്പോൾ അത് 5 ഉയർത്തി. ആ കേസ് നിലനിൽക്കുകയാണ്. ഇപ്പൊ സുപ്രീം കോടതി ചോദിക്കുകയാണ് എന്തുകൊണ്ട് 100% എണ്ണിക്കൂടാ. കാരണം ഇത്ര അധികം ആയിരക്കണക്കിന് പണം ചെലവാക്കി ഇങ്ങനെ ഒരു സെറ്റപ്പ് മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ല. സുപ്രീം കോടതി അങ്ങനെ ചോദിക്കുന്നതിന് പിന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാല്, ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായി കഴിഞ്ഞ ദിവസം മറ്റൊരു ഹർജി കൂടി ചെന്നിരിക്കുന്നു. ആ ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ജനപ്രാതിനിധ്യ നിയമം പറയുന്നത് ബാലറ്റ് പേപ്പർ എണ്ണണം എന്നാണ്. ബാലറ്റ് പേപ്പറിൽ തെരഞ്ഞെടുപ്പ് നടത്തണം. അപ്പൊ അതിന് അനുബന്ധമായി ഇത്തരത്തിലുള്ള ഉപകരണങ്ങളുടെ സഹായം തേടാം എന്നൊരു ക്ലോസ് ഉള്ളത് കൊണ്ടാണ് ഈ ഉപകരണങ്ങൾ അതിനോട് അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ ആവിഷ്കരിച്ചതെന്നാണ് അതിൽ പറയുന്നത്. അതേസമയം എന്റെ ചോദ്യം, ഇപ്പം EVM എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ ഡാറ്റയാണ്. ആ VVPAT എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലായി കാണാൻ കഴിയുന്ന ഒരു ഡാറ്റയാണ്. എന്റെ ചോദ്യം, ഇതിൽ ഏതാണ് നിങ്ങൾ എണ്ണുന്നത്? നിങ്ങൾ എണ്ണേണ്ടത് ഏതാണ്? EVM-ൽ വിശ്വാസം കുറവുള്ളത് കൊണ്ടാണല്ലോ അനുബന്ധമായി VVPAT വെച്ചത്. അപ്പോൾ വോട്ടറെ വിശ്വസിപ്പിക്കുന്ന സാധനം ഏതാണ്? വോട്ടറെ വിശ്വസിപ്പിക്കുന്ന ഘടകം ഏതാണ്? VVPAT ആണ്. ഫിസിക്കൽ സ്ലിപ്പാണ്, പേപ്പർ സ്ലിപ്പാണ്. അപ്പോൾ എണ്ണേണ്ടത് ഡാറ്റയല്ല, എണ്ണേണ്ടത് ഈ പറയുന്ന പേപ്പർ സ്ലിപ്പാണ്. അതേസമയം ഈ കേസിലേക്ക് ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ ഇലക്ഷൻ കമ്മീഷന്റെ അഭിഭാഷകൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, നേരത്തെ അങ്ങനെ ആ സ്ലിപ്പ് ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് കാണുന്നത് ഒരു വോട്ടറെ സംബന്ധിച്ചിടത്തോളം മൗലികാവകാശമല്ല എന്ന തരത്തിലുള്ള ഗുരുതരമായ ഒരു നിലപാടാണ്. വ്യക്തമാവുന്നില്ലല്ലോ. ഇല്ല, വ്യക്തമാവുന്നില്ല. ഇവിടെ അവർ പറയുന്നത് നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നു ആർക്കാണ് ചെയ്യുന്നത്, അത്രയും അവകാശം മതിയെന്നാ. പക്ഷെ സുപ്രീം കോടതിയുടെ ഇടപെടൽ, സുപ്രീം കോടതിയുടെ ചോദ്യം, എന്തുകൊണ്ട് നിങ്ങൾക്ക് 100% സ്ലിപ്പും എണ്ണിക്കൂടാ? അപ്പൊ ഇവര് പറയുന്നത് കാലതാമസം വരുന്ന കാലതാമസം. ഇപ്പൊ ഏപ്രിൽ 19 തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരാള് ജൂൺ 4-ാം തീയതി 45 ദിവസം കാത്തുനിൽക്കല, അതിന്റെ കൂടെ 2 ദിവസം കൂടെ കൂടുതൽ കാത്തുനിൽക്കുന്നതുകൊണ്ട് മാത്രമല്ല ഏറ്റവും വലിയൊരു കാര്യമല്ലേ നടക്കുന്നത്? വിശ്വാസം ആർജിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിലെ ഏറ്റവും കാതലായ സാധനങ്ങളിൽ ഒന്നല്ലേ? അതിന്റെ അടിത്തറയല്ലേ? അതിൽ സംശയമില്ല. ജനങ്ങൾക്ക് കാത്തു നിൽക്കുന്ന കാര്യം പറഞ്ഞാൽ, നമ്മളിപ്പോ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും രാജ്യമാണ്. എന്നെ സങ്കടപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായി. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു പത്രസമ്മേളനം വിളിച്ചു. രാജീവ് കുമാർ എന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. അദ്ദേഹം പ്രസന്റ് ചെയ്ത വലിയൊരു പുസ്തകം അവർ കമ്പൈൽ ചെയ്തിട്ടുണ്ട്. അതിൽ VVPAT EVM ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സംശയങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചേർത്തിട്ട് ഒരു വലിയ ബുക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അതിനുശേഷം അദ്ദേഹം ഒരു കവിത പാടി. ആ കവിതയുടെ മലയാളാർത്ഥം ഇങ്ങനെ ഇന്ത്യയിൽ ഒരു ഉറുദു ബേസ്ഡ് ആയിട്ടുള്ള ഒരു വാക്കുകളൊക്കെ അതിനകത്തുണ്ട്. പറയുന്നത്, നിങ്ങൾ തോക്കുമ്പോ എന്നെ കുറ്റം പറയല്ലേ, EVM പാടുന്നത് പോലെ. എന്ന് വെച്ചാൽ അതിന് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു വേർഷനില് ഇലക്ഷൻ കമ്മീഷനെ പോലത്തെ ഒരാള്
ഇതിനെ ഒരു ലാഘവ ബുദ്ധിയോടെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അത് കേട്ടപ്പോ അയ്യോ ഇങ്ങനെയല്ലല്ലോ അതിനെ കുറിച്ച് പ്രതികരിക്കേണ്ടത്. ഒരു വോട്ടർ കൗണ്ട് ചെയ്യുന്ന വോട്ട് കൃത്യമായ സ്ഥലത്ത് എത്തുന്നില്ല. ബിജെപിക്കാരൻ പറയുന്ന ഭാഷയാണ്. കാരണം നിങ്ങൾ തോൽക്കുമ്പോൾ ഇതിനെ അതെ ബിജെപിക്കാരൻ പറയുന്ന ഭാഷ തന്നെയല്ലേ ഇലക്ഷൻ കമ്മീഷനും പറയുന്നത്. എനിക്കെന്തോ കേട്ടപ്പോ ഒരു സങ്കടം തോന്നി. കാര്യം ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്ന അവിടെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ സമീപനത്തിലെ പ്രശ്നം. ഇത് നേരത്തെ അംശു പറഞ്ഞതുപോലെ ഇത് തെളിയിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഇവിടുത്തെ വോട്ടറുടെ അല്ല. നമുക്കറിയാം ഈ 2024 എത്തി നിൽക്കുമ്പോഴും നിരക്ഷരരായിട്ടുള്ള ഏതാണ്ട് 10-30% വോട്ടർമാർ ഈ രാജ്യത്തുണ്ട്. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അത് തെളിയിക്കാൻ നേരത്തെ ഹാക്കത്തോൺ വെച്ചു. ഇതിനെ സംബന്ധിച്ച് വലിയ തോതിൽ ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹാക്കത്തോൺ വെച്ചു. ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളിൽ 1-2 പേർ മാത്രമാണ് അതിൽ നാമമാത്രമായെങ്കിലും പങ്കെടുത്തത്. എന്താ കാരണം? അതിൽ നിരവധി കണ്ടീഷനുകൾ വെച്ചുകൊണ്ടാണ് ഹാക്കത്തോൺ വെച്ചത്. ഓപ്പണായി ഏത് മെഷീൻ വേണമെങ്കിലും നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം. വളരെ അങ്ങനെയുണ്ടല്ലോ, ഒരു ഓഫ് ആൻഡ് ആയിട്ടുള്ള ഒരു ഓഫർ അല്ല ആര് കൊടുത്തത്, ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തത്. ഇന്ന ഡിവൈസുകൾ ഉപയോഗിക്കാൻ പാടില്ല, ഞങ്ങൾ നൽകുന്ന യന്ത്രം മാത്രമേ പരിശോധിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കണ്ടീഷൻ വെച്ചപ്പം അന്ന് നമുക്കറിയാം ഡൽഹിയിലെ നിയമസഭയ്ക്കകത്താണ് അവിടുത്തെ ഒരു ടെക്കി ആയിട്ടുള്ള MLA അതിന് ഡെമോൺസ്ട്രേഷൻ നടത്തിയത്. ഇത് ഹാക്ക് ചെയ്യാം അങ്ങനെ വലിയ തോതിലുള്ള ആക്ഷേപമാകട്ടെ ഉയർന്നു വന്നപ്പോൾ എഞ്ചിനീയർമാരൊക്കെ പറയുന്ന ഒരു ഭാഷയുണ്ട്. അതായത് പ്രോഗ്രാം ചെയ്യപ്പെടാൻ സാധിക്കുന്ന ഒരു സാധനമാണെങ്കിൽ അത് ആർക്കും ഹാക്ക് ചെയ്യാൻ കഴിയുന്ന ഹാക്ക് ചെയ്യാം. പക്ഷെ ഹാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ എന്റെ മനസ്സിലെ രണ്ടാമത്തെ ചോദ്യം മാത്രം. ഒരു ഇന്ത്യൻ പൗരൻ എന്ന ഒരു വോട്ടർ എന്ന രീതിയിൽ എന്റെ കൺസേൺ എന്താന്ന് വെച്ചാൽ എനിക്കിതിൽ സംശയമുണ്ട്. അതാണ് പ്രശ്നം. എനിക്കിതിന് കാലതാമസത്തെ കുറിച്ച് പറഞ്ഞു. അല്ല, എനിക്കിതിന് സംശയം ആര് തീർത്തു തരണം? അത് തീർത്തു തരേണ്ട ഇലക്ഷൻ കമ്മീഷനാണ്. പിന്നെ കാലതാമസം ഇത് എണ്ണാൻ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഡിപ്ലോയ് ചെയ്ത് അത് എണ്ണിയെടുക്കാനുള്ള എളുപ്പമാർഗം, അതല്ലെങ്കിൽ അത് സെൻസ് ചെയ്തുകൊണ്ട് ATM പോലെ എണ്ണിയെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള യന്ത്രം വേറെ വെച്ചോട്ടെ. ഞാൻ പറഞ്ഞ അത് വേറൊരു സാധ്യതയാണ്. പക്ഷെ ഈ കാലതാമസത്തെ കുറിച്ച് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായ അമേരിക്ക, അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എത്ര ആഴ്ചകൾ കഴിഞ്ഞാണ് അതിന്റെ കൗണ്ടിംഗ് പ്രോസസ് പൂർത്തിയാക്കുന്നത്? നമ്മളെ പോലെ കേവല ഭൂരിപക്ഷമല്ല, അവിടെ പ്രാതിനിധ്യ രീതിയിൽ 50%-ലധികം വോട്ട് കിട്ടുന്നത് വരെ അവർ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് പ്രയോറിറ്റി വോട്ട്, സെക്കൻഡ് പ്രയോറിറ്റി വോട്ട് എന്നുള്ള രീതിയിൽ അവർ എണ്ണിക്കൊണ്ടിരിക്കുക. അവിടെ ഇല്ലാത്ത കാലതാമസത്തിന്റെ ബുദ്ധിമുട്ട് ഇന്ത്യയിൽ, ഞാൻ പറയും ഇന്ത്യ മോശം രാജ്യമായിട്ടൊന്നുമല്ല, പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ കാലതാമസം കൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായ ദോഷം ഉണ്ടാകുന്നു നമുക്ക്. കാലതാമസം എന്ന് പറയുന്നത് എത്ര കൂടുതൽ ദിവസം വേണം? എനിക്കൊന്ന് മുമ്പൊക്കെ ബാലറ്റ് പേപ്പർ തെരഞ്ഞെടുപ്പ് എന്റെ ചെറിയ ഓർമ്മയിലുണ്ട്. ചെറിയ ഓർമ്മയിലെ കുറച്ച് പ്രാവശ്യം നല്ല ഓർമ്മയിൽ തന്നെ ഞാനൊരു ഹൈസ്കൂൾ ഡിഗ്രി കാലയളവിലൊക്കെ, ഡിഗ്രി ഉണ്ടാവില്ല, +2 കാലയളവിലൊക്കെ ബാലറ്റ് പേപ്പർ മൂന്നാമത്തെ ദിവസം ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയുന്നത് ഒരു യൂണിറ്റിലെ പേപ്പർ ബാലറ്റുകൾ ഈ VVPAT സ്ലിപ്പുകൾ എണ്ണുന്നതിന് 1 മണിക്കൂർ മതിയെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയുന്നത്. 1 മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഈ പറയുന്ന വലിയ ബാലറ്റ് മടക്കി തിരിച്ച് 25 കെട്ടുകളാക്കി ഇങ്ങനെയൊക്കെ പല രീതിയിലായിരുന്നു അന്ന് എണ്ണിയിരുന്നത്. ഇന്ന് അതിന്റെ ആവശ്യമില്ല. വളരെ വേഗത്തിൽ, വളരെ ചെറിയ സ്ലിപ്പുകളാണ്, അത് വേഗത്തിൽ എണ്ണിയെടുക്കാൻ കഴിയും. 2-3 സാഹചര്യമായ ഘടകങ്ങളുമുണ്ട്. അന്നത്തേനേക്കാളും കുറച്ചും കൂടി എഡ്യൂക്കേഷൻ വളർന്നിട്ടുണ്ട്. കൃത്യമായി വോട്ട് ചെയ്യാനും കോളം മനസ്സിലാക്കി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനൊക്കെയുള്ള സാധാരണക്കാരന്റെ ശക്തി വർദ്ധിക്കുന്നുണ്ട്. അപ്പോ സാധാരണ ബാലറ്റ് ഇലക്ഷനിൽ തന്നെ കുറ്റങ്ങൾ കുറയാനുള്ള സാധ്യത മുന്നോട്ട് വിശ്വാസ്യത വർദ്ധിപ്പിക്കണം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വമാണ്. അല്ലാതെ ഹാക്കത്തോൺ നടത്തി കോമൺ പീപ്പിൾ അല്ലെങ്കിൽ ലേമാന്റെ ഒരു ഉത്തരവാദിത്വമല്ല. ഇത് ഒരു വോട്ടറുടെ ഉത്തരവാദിത്വമല്ല. ഞാൻ ഏർപ്പെടുന്ന സംവിധാനം കുറ്റമറ്റതാണ് പറയുന്നത് അവരുടെ ഉത്തരവാദിത്വമാണ്. ഇപ്പൊ വേറൊരു ഇത് സംബന്ധിച്ച് മറ്റൊരു പഠനം പുറത്തു വന്നത് അശോക സർവകലാശാലയിലെ ഡോക്ടർ സവ്യസാചി ദാസ്, അദ്ദേഹത്തെ അവസാനം അവിടുന്ന് പുകച്ചു പുറത്തു ചാടിച്ചു. അവിടുത്തെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഒരു പഠനം നടത്തി. അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നത് ഡെമോക്രാറ്റിക് ബാക്ക്സ്ലൈഡിങ് ഇൻ ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി, അങ്ങനെന്തോ ആണ് അതിന്റെ ടൈറ്റിൽ ഞാൻ ഓർക്കുന്നത്. ആ പഠനത്തിൽ അദ്ദേഹം പറയുന്നത് BJP വളരെ ചെറിയ മെജോറിറ്റിയിൽ ജയിച്ച കോൺസ്റ്റിറ്റ്യുവൻസികളിൽ അദ്ദേഹം നടത്തിയ പഠനം, അവർ പ്രത്യേകമായി ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഒന്നും നടത്താതെ ആനുപാതികമല്ലാത്ത, അങ്ങനെയാണല്ലോ പഠനത്തിലുള്ള ഭാഷയൊക്കെ പറയുക, ആനുപാതികമല്ലാത്ത വിജയം BJP നേടിയതാണ്. അങ്ങനെ ഒരു റിപ്പോർട്ട്, അതായത് ഇത് അവിടുത്തെ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട്, അവിടുത്തെ IAS ഉദ്യോഗസ്ഥരുണ്ട്, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇത് വലിയ തോതിൽ നടന്നിട്ടുള്ളത് എന്ന് സവ്യസാചി ദാസിന്റെ പഠനത്തിൽ പറയുന്നു.
അപ്പൊ സ്വാഭാവികമായും സാധാരണക്കാരായ നമ്മൾ ഇതൊക്കെ വായിക്കുന്നവരാണ്. നമുക്ക് ഇതിൽ സംശയം തോന്നിയാൽ എവിടെയാണ് ഇതിന്റെ പരാജയം വരുന്നത്? ഈ രാജ്യത്തിന്റെ മഹത്തായ ജനാധിപത്യ പ്രക്രിയയാണ് തകരുന്നത്. അതിലുള്ള വിശ്വാസ്യതയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമായി, സുതാര്യമായി, സമയബന്ധിതമായി നടത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ പ്രക്രിയയിൽ മീനിങ് ഉണ്ടാവുന്ന. അല്ല, ഞാന് വിനോജ്, ഇതില് 2024 തെരഞ്ഞെടുപ്പ് ഒരു വലിയ ഒരു വിപ്ലവമായിരിക്കും എന്റെ മനസ്സിങ്ങനെ. അതെ അതെ, എന്തൊക്കെയോ തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ കാണാൻ പോകുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നാം. ഉദാഹരണത്തിന്, നാളിതുവരെ ഇല്ലാത്ത ആർജവം സുപ്രീം കോടതി പല വിഷയങ്ങളും കാണിക്കുന്നു. അല്ല, ഞാൻ ഇക്കാര്യത്തിൽ സുപ്രീം കോടതി ചോദിച്ച ചോദ്യത്തെ വലിയ തോതിൽ റെസ്പെക്ട് ചെയ്യാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് 100 എണ്ണിക്കൂടാ? 100% അങ്ങനെ സാധനം കൃത്യത കൂട്ടാൻ പറ്റുന്ന ഒരു സാധനം കിട്ടിയിട്ട് അതിനെ ഉപയോഗിക്കാതിരിക്കാൻ എങ്ങനെ സയന്റിഫിക് ആവാം? അതെ. പിന്നെ അതുപോലെ ഈ പറഞ്ഞ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി എടുത്തെടുത്ത നിലപാടുകളും കാര്യങ്ങളും വളരെ പ്രധാന. പിന്നെ ഓൾറെഡി തന്നെ രാഷ്ട്രത്തിന്റെ പല സംസ്ഥാനങ്ങളിലും കാണുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉണ്ടാകുന്ന ചടുലത ഇങ്ങനെ കൂടി വരികയാണ്. നേരത്തെ ഒരു എന്താ പറയുക, ഡിക്ലെയർഡ് ഇലക്ഷൻ പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം എന്താണെന്നറിയോ, നമുക്ക് ഈ സംശയം ഒരു ഭാഗത്ത് ഈ പറയുന്ന സംശയങ്ങൾ നിൽക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ വിശ്വാസയോഗ്യമല്ലാതാക്കി തീർക്കുന്ന ഒരു തരം പാർഷ്യാലിറ്റി പോലെ, അല്ലെങ്കിൽ ഈ പറയുന്ന അധികാരത്തിന്റെ ദുർവിനിയോഗം പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തന്നെ മാറ്റുന്നതും മറിക്കുന്നതും അവര് രാജിവെച്ചു പോകുന്നതും പുതിയ ആളുകളെ പെട്ടെന്ന് തന്നെ വെക്കുന്നതും ഒക്കെ അങ്ങനെ ഉണ്ടല്ലോ. പഴയ കാലത്തിന്റെ ആ ഒരു ഇതൊക്കെ ഒരു ഭരണഘടന പിന്നെ പരിരക്ഷയുള്ള ഒട്ടോണമസ് ആയ ഇൻഡിപെൻഡന്റ് ആയ സ്ഥാപനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊക്കെയുള്ള തോന്നലിലും ചെറിയ കറ വീഴുന്നുണ്ട്. അവിടെയൊക്കെ സംശയങ്ങൾ വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികം ഒരുപക്ഷെ അതൊക്കെ കൊണ്ടായിരിക്കാം സുപ്രീം കോടതി ചില കാര്യങ്ങളിൽ കറക്റ്റ് ആയിട്ടുള്ള സ്ഥിരമായ തീരുമാനമാണ്. എന്തായാലും ഈ അടുത്ത ആഴ്ച തന്നെ കേസ് കേൾക്കുമെന്നാണ്. പക്ഷെ അതിന് സമയം ഉണ്ടാവും. ബാലറ്റിലേക്കൊന്നും പോകുമെന്ന് എനിക്കെന്തോ ബാലറ്റിലേക്ക് പോകുന്നത് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ, ഇതിന് വേറൊരു കാര്യം ഞാൻ അതിനോട് യോജിക്കുന്നില്ല. വേറൊരു കാര്യമാണ് കേട്ടോ നിങ്ങൾ പറഞ്ഞ അതേ സംഭവം. അതായത് ഈ EVM മെഷീനെതിരെ നടക്കുന്ന സമരം ഡൽഹിയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് വളരെ ശക്തമായി നടക്കുന്നുണ്ട്. ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിലുണ്ട്. സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഉള്ളൂ. അതെ അതെ. അത് അല്ല, മീഡിയ മുഴുവൻ പോയില്ലേ? മീഡിയ എല്ലാം ഇന്ന് വാഴ്ത്തുപാട്ടുകാരല്ലേ? അപ്പൊ അതുകൊണ്ട് മീഡിയയിൽ നമ്മൾ ഇത്തരം ചർച്ചകൾ പ്രതീക്ഷിക്കേണ്ടതില്ല. സോഷ്യൽ മീഡിയ വളരെ ശക്തമായി ഇതിന്റെ പുറകിലുണ്ട്. അത് സുപ്രീം കോടതി കാണാതിരിക്കുന്നില്ല എന്നത് കൂടി ഇതിൽ ഘടകം. സോഷ്യൽ മീഡിയ നിസ്സാരമായ സംഭവമല്ല ഇക്കാലം. അല്ല, എനിക്കൊന്നും ഇനി അടുത്ത മീഡിയ സോഷ്യൽ മീഡിയ ആണ്. തീർച്ചയായിട്ടും. കാര്യം ഈ അടുത്ത മീഡിയ അല്ല, ഇപ്പോൾ തന്നെ അതിന്റെ അത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല, കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ള ബ്ലോഗേഴ്സിനെ വിളിച്ചിട്ട് സമ്മാന പൊതി കൊടുത്തു. അവരെ കൂടി സ്വാധീനിക്കാൻ അവിടെയാണ് ചില ഒറ്റപ്പെട്ട തുരുത്തുകൾ ഉള്ളത്. അതുകൂടി ഇല്ലാതാക്കാൻ പ്രതിരോധത്തിന്റെ ധ്രുവരാത്തിനെ പോലത്തെ കുറച്ച് ആൾക്കാർ. പക്ഷെ അവരുടെ വ്യൂവർഷിപ്പ് ഭീകരമാണ്. ധ്രുവരാത്തി നമ്മൾ പറഞ്ഞു, ഇവർക്കെല്ലാവരും പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പേരാണ് ധ്രുവരാത്തി എന്ന് പറഞ്ഞ വീഡിയോസ്. DHRUVRATHI അങ്ങനെയുള്ള ഒരു ആളാണ് നമ്മുടെ ഡിക്റ്റേറ്റർ, മോദിയുടെ ഡിക്റ്റേറ്റർഷിപ്പ്. അദ്ദേഹത്തിന്റെ വീഡിയോസ് മില്യൺസ് ആണ് കാണുന്നത്. ഓക്കെ, നമുക്ക് ഇത് തീർച്ചയായിട്ടും അതെ. എന്തായാലും സുപ്രീം കോടതിയുടെ ഈ നീക്കം അടുത്തയാഴ്ച ഇതിനെ സംബന്ധിച്ച് എന്ത് തരത്തിലുള്ള വാദപ്രതിവാദങ്ങളാണ് നടക്കുക, അതിനെന്താണ് പരിണതി, അതിലെന്ത് തീരുമാനമാണ് ഉണ്ടാവുക എന്നൊക്കെ നമുക്ക് എന്തായാലും എന്തായാലും ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രാധാന്യം അറിയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് മുന്നോട്ട്. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു.